അനിമേഷൻ എന്ന് കേൾക്കുമ്പോൾ ടോം ആൻഡ് ജെറി, മിക്കി മൗസ് തുടങ്ങിയ കാർട്ടൂണുകളായിരിക്കും നമ്മുടെ ഓർമ്മയിലെത്തുക. ഇപ്പോഴും അനിമേഷൻ കമ്പ്യൂട്ടർ ഗ്രാഫിക്സുമായി ബന്ധപ്പെട്ടതാണെന്ന് കരുതുന്നവരുമുണ്ട്. എന്നാൽ കമ്പ്യൂട്ടർ കണ്ടുപിടിക്കുന്നതിനും എത്രയോ മുൻപ് അനിമേഷൻ ഉപയോഗിച്ചു വന്നിരുന്നു. അനിമേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ചലിക്കാത്ത വസ്തുവിനെ ചലിപ്പിക്കുക എന്നതാണ്. ഇന്ന് സിനിമകളിൽ CGI അഥവാ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഉപയോഗിച്ച് ചെയ്യുന്ന പല വിഷ്വൽസും പണ്ട് വളരെയധികം എഫേർട്ട് എടുത്ത് പല ക്യാമറ ട്രിക്കുകൾ ഉപയോഗിച്ച് എടുത്തിട്ടുള്ളതാണ്. എന്തൊക്കെ ടെക്നിക്കുകളാണ് ഫാൻറ്റസി സിനിമകൾ നിർമ്മിക്കാൻ പണ്ട് ഉപയോഗിച്ചിരുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിനായി ആദ്യകാല ഫാൻറ്റസി ചിത്രമായ മായാബസാർ എന്ന ചിത്രത്തെ നമുക്ക് റെഫറൻസിനായി ഉപയോഗിക്കാം. 1936 ഇറങ്ങിയ തെലുങ്ക് ഫാൻറ്റസി ചിത്രമാണ് മായാബസാർ. ഇതിഹാസമായ മഹാഭാരതത്തെ അടിസ്ഥാനമാക്കിയുള്ള ശശിരേഖ പരിണയം എന്ന നാടോടി കഥയുടെ ഒരു രൂപാന്തരമാണ് ചിത്രം. ഇതേ കഥയെ അടിസ്ഥാനമാക്കി 1957 പ്രശസ്ത തെലുങ്ക് നടൻ NT രാമറാവു, സാവിത്രി തുടങ്ങിയവരെ കഥാപാത്രമാക്കി ഇതേ പേരിൽ മറ്റൊരു ചിത്രവും വന്നിരുന്നു. ഈ ചിത്രത്തിൻ്റെ പല വിഷ്വൽസും നടി സാവിത്രിയുടെ ബയോപിക്കായ 2018 ഇറങ്ങിയ മഹാനദി എന്ന ചിത്രത്തിൽ നമുക്ക് നമ്മെ അത്ഭുതപ്പെടുത്തിയ ട്രിക്കുകൾ എന്തെല്ലാമായിരുന്നു എന്ന് നോക്കാം. ഇത് സ്റ്റോപ്പ് മോഷൻ എന്ന അനിമേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് ചിത്രീകരിച്ചതാണ്. എന്താണ് സ്റ്റോപ്പ് മോഷൻ എന്ന് നോക്കാം. ഒരു വസ്തുവിൻ്റെ ഒരേപോലുള്ള സ്റ്റിൽ ഫോട്ടോസ് എടുക്കുകയും അത് തുടരെ വേഗത്തിൽ ചലിപ്പിക്കുമ്പോൾ ആ വസ്തു ചലിക്കുന്നതായി ഒരു ഇല്യൂഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. ഈ ടെക്നിക്ക് ചിത്രത്തിൽ വളരെ രസകരമായി തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ചിത്രത്തിലെ മറ്റൊരു രംഗമാണ് ഘടോൽഗജൻ അസാധാരണമായി വലുതാകുന്നത്. പാകം ചെയ്തു വെച്ചിരിക്കുന്ന ഭക്ഷണം ഒറ്റയടിക്ക് അകത്താക്കാൻ ഘടോൽഗജൻ വളരേണ്ടതുണ്ട്. അതിനായി ഉപയോഗിച്ച ടെക്നിക് ക്യാമറയെ ഒരു സ്ഥലത്ത് നിലയുറപ്പിക്കുകയും തുടർന്ന് ക്യാമറയുടെ അടുത്തേക്ക് അകലെ നിന്നും നടൻ വരേണ്ടതുണ്ട്. അടുത്തേക്ക് കൂടുതൽ അടുക്കുന്നതോടുകൂടി ആജാനുബാഹു രൂപം ലഭിക്കും. ഇതൊരു സാധാരണ കാര്യമായി തോന്നാം. എന്നാൽ ഇതിനായി ക്യാമറയിൽ വൈഡ് ആംഗിൾ ലെൻസ് ഉപയോഗിക്കേണ്ടി വരും. മാത്രമല്ല ക്യാമറയുടെ ഫോക്കസിൽ കാര്യമായി ശ്രദ്ധ ചെലുത്തേണ്ടിയും വരും. ഇത് രണ്ടും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം വൈഡ് ആംഗിൾ ലെൻസ് ഫിറ്റ് ചെയ്താൽ അടുത്തുള്ള വസ്തുക്കൾ വളരെ വലുതായും അകലെയുള്ള വസ്തുക്കൾ വളരെ ചെറുതായും ഇരിക്കും. എന്നാൽ ശരിയായ ഫോക്കസിലുള്ളത് അതിൻ്റെ ശരിയായ വലുപ്പത്തിൽ കാണാനും സാധിക്കും. ആളുകളെ ആജാനുബാഹു ആക്കുന്ന മറ്റൊരു ടെക്നിക്കാണ് ക്യാമറ വെക്കുന്ന ട്രോളിയിൽ നായകനെ ഇരുത്തിക്കൊണ്ട് മെലിഞ്ഞ ഒരാളെ കൊണ്ട് ക്യാമറയുടെ അടുത്തേക്ക് ട്രോളി തള്ളിക്കൊണ്ടുവരുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ക്യാമറയുടെ വീക്ഷണത്തിൽ ഫോർഗ്രൗണ്ട് അഥവാ ക്യാമറയുടെ തൊട്ടു മുൻപിലും ബാക്ക്ഗ്രൗണ്ട് അഥവാ അകലെയുമുള്ള വസ്തുക്കൾ അതേപോലെ ഉണ്ടാകണം. മിഡിൽ ഗ്രൗണ്ടിലാണ് നമ്മൾ സൂത്രപ്പണി ഒപ്പിക്കുന്നത്. അപ്പോൾ അതിനായി ക്യാമറയുടെ ഫോക്കസ് മാറാതെ നിലകൊള്ളേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ മറ്റു വസ്തുക്കൾ ഒരേ വലുപ്പത്തിലിരിക്കുമ്പോൾ നടൻ അസാധാരണമായി വളരുന്നത് പോലെ ഫിലിം റോളിൽ പതിവാകും. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരാം, നടനെ ഇരുത്തിക്കൊണ്ട് തള്ളിയ ട്രോളി ക്യാമറയിൽ പെടാതെ എങ്ങനെ എടുക്കാമെന്നത്. അതിനായി ചെയ്യുന്ന കാര്യമാണ് ലോ ആംഗിളിൽ ക്യാമറ സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രമായില്ല, വൈഡ് ആംഗിൾ ലെൻസ് വെച്ച് ുള്ളതിനാൽ ഫ്രെയിമിലുള്ളതെല്ലാം പെടും. അപ്പോൾ എന്തു ചെയ്യും? അതിനാണ് ചിത്രത്തിൽ ക്യാമറയ്ക്ക് മുന്നിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ നിറഞ്ഞ പാത്രങ്ങൾ വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ആ ട്രോളി കാണാൻ സാധിക്കാത്തത്. ചിത്രത്തിലെ മറ്റൊരു രംഗമാണ് പാത്രത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ലഡ്ഡു ഘടോൽഗജന്റെ വായിലോട്ട് വലിച്ചെടുക്കുന്നത്. ഇതൊരു ഒപ്റ്റിക്കൽ ഇല്യൂഷനാണ്. ഇതിനായി ഉപയോഗിച്ചിരിക്കുന്ന ട്രിക്ക് റിവേഴ്സ് ഷോട്ടുകളാണ്. മായാബസാർ എന്ന ചിത്രത്തിൽ ഘടോൽഗജനെ വാ പൊളിച്ചിരിക്കുന്ന രംഗങ്ങൾ പ്രൊഫൈൽ ക്ലോസപ്പായി ചിത്രീകരിച്ചു. പിന്നീട് വാ പൊളിച്ചു പിടിച്ച ഭാഗം സ്റ്റുഡിയോയിൽ അടയാളപ്പെടുത്തും. അതേ സ്ഥലത്ത് നിന്ന് ലഡ്ഡു താഴെത്തട്ടിൽ വീഴുന്നത് ചിത്രീകരിക്കും. പിന്നീട് എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് രണ്ട് ഷോട്ടുകളും ഒപ്റ്റിക്കലായി ബന്ധിപ്പിക്കും. ലഡ്ഡു മുകളിൽ നിന്നും വീഴുന്ന ഷോട്ട് റിവേഴ്സ് ചെയ്ത് രണ്ട് ഫിലിമും ഒന്നാക്കി ഒരേ നെഗറ്റീവായി മാറ്റിയെടുക്കും. ഞാനിപ്പോൾ പറഞ്ഞ ടെക്നിക്കുകളെല്ലാം ഇതെല്ലാം ഇത്ര വലിയ സംഭവങ്ങളൊന്നുമല്ല എന്ന് പറയുന്നവർ ഉണ്ടായിരിക്കാം. എന്നാൽ പണ്ട് ഇത്തരം രംഗങ്ങൾ കണ്ട് വാ പൊളിച്ചിരുന്നിട്ടുള്ളവരാണ് നമ്മളിൽ പലരും. അപ്പോൾ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയ പണ്ടത്തെ സിനിമാ രംഗങ്ങൾ എന്താണെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി എത്താം. അതുവരേക്കും ബൈ.